ഫോൺ റീചാർജ് ചെയ്ത് തരുമോ? അപ്പോ ഇതാണ് ആ സ്ഥലം, കല മുതൽ കലാപം വരെയുള്ള ആ കോളേജ്. അത് മാത്രല്ല, ചുവരെഴുത്തുകളുടെ. ഇത്ര പഴയതാണോ? ആരെഴുതിയാന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരിയുണ്ട്. വാ പോവാം. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് വേറെ ദിവസമൊന്നും കിട്ടിയില്ലേ? ഇന്നാണെങ്കിൽ നാക്ക് വരുന്നതിന്റെ ദിവസമോ? നാക്കല്ല നാക്ക. ഓ അറിയാ ചേച്ചി, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതേ 94 രജിസ്റ്ററാ. 99 എന്ന് പറയുമ്പോ ഒരു 10 കാണും. ഇത് ഡിഗ്രിയുടെ ആണോ? ഇതിലെല്ലാം കാണും. ജാതികോളമുള്ള രജിസ്റ്ററാ. അല്ല, ജാതി വെച്ച് തിരിക്കാനൊന്നുമല്ല, സ്റ്റൈപ്പൻഡ് ഉണ്ടാവേ. അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുട്ടികൾക്ക് എന്ത് ജാതി മതം? ഈ രജിസ്റ്റർ നോക്കിയാൽ കാണാം, അന്നൊക്കെ പേരിന്റെ പിന്നിലെ ഒരു വാല് പോലും കാണില്ല. എല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ചേച്ചി, എന്താ? എല്ലാവരുടെ ഡീറ്റെയിൽസും വേണ്ട, ഒരാളുടെ മതി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആരാ എഴുതിയെന്നോ. മോനെ, ഒരു മിനിറ്റ് കേട്ടോ. ശരി ചേച്ചി. വാ. ഓ 97. യെസ്, വേദ. ഈ വേദ ഇപ്പോ ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. ഫോൺ വിളിച്ച് ചോദിക്കേണ്ട കാര്യമായിരുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇത്രയും പുകലായിട്ട് ഫോൺ വിളിച്ചു ചോദിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നേരിട്ട് അവർ വയലിരിക്കുന്ന കേൾക്കാം. ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട്. ശരി, ഞാൻ നേരിട്ട് കേട്ടോളാം. ചേച്ചി, ഈ ചെമ്പേരി എസ്റ്റേറ്റ് എവിടെയാ? நீ பறக்க விடு, நான் இப்ப வரேன். മാളവിക, അതെ. മല്ലിക ചേച്ചി വിളിച്ചിരുന്നോ? ഓ, വരൂ, അകത്തേക്ക് ഇരിക്കാം. കൊള്ളാലോ നിങ്ങളുടെ പെർഫോമൻസ്. കവിത കൊളവാക്കിയോ? ഏയ്, നിങ്ങളിത് കുറച്ച് ഫാസ്റ്റ് ആക്കി. എന്റെ മനസ്സിൽ ഇതൊരു സ്ലോ മെലഡി ആയിരുന്നു. സോറി. എന്തിന്? ചോദിക്കാതെ എടുത്തതിനോ? എടോ, നമ്മൾ കവിതകൾ തേടുന്ന പോലെ കവിതകൾ നമ്മളെയും തേടുന്നുണ്ട്. ഇതങ്ങനെ സംഭവിച്ചതാ. എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. നിങ്ങൾക്ക് ഈ കവിത കിട്ടിയതിന് താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, അതാ ചുമരിൽ എഴുതിയ ആളോടാ. അതാരാ? അത് ഒരു മുന്നറിയിപ്പും തരാതെ, ഒരു അനുവാദവും ചോദിക്കാതെ കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിനെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മാറ്റിമറിക്കുന്ന ചിലരില്ലേ, അങ്ങനെ ഒരാൾ. അതെങ്ങനെയാ അവിടെ എഴുതിയേ? ആരാധന മൂത്തിട്ടാണോ? അല്ല, സൗഹൃദം. ജീവിതത്തിലെ ഏറ്റവും വലുത് സൗഹൃദമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ച ഒരാൾ. ആളെ പറ്റിയാണോ ഈ കവിതകളൊക്കെ?
കഴിച്ചോ? മോളെ പതുക്കെ. അതെ, ഇക്കൊരു ഓട്ടുണ്ട് മോളെ. അപ്പൊ വൈകിട്ട് കാണാം. പാപ്പ ഇന്ന് കുറച്ച് വൈകി വന്നാൽ മതിയേ, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ശരി മോളെ. അല്ലേ? ശരി അപ്പാ. ആ ശരി മോളെ. ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കൂടിയോ? ക്യാൻറ്റീനിലെ ഉഴുന്നുവട നമുക്കങ്ങ് നിർത്താം. നീ പറയുന്ന എല്ലാത്തിനും ഞാൻ തലയാടുന്നതൊക്കെ ഓക്കെ, പക്ഷെ കാര്യം എന്താന്ന് പറയണം. ഇന്നെങ്കിലും എനിക്കൊരു അടി കാണണം. ഈ കോളേജിൽ പഠിച്ചിട്ട് അടി കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അടിയോ? ഒരത്ഭുതവും ഇല്ല. നീ പറഞ്ഞാലേ അത്ഭുതമുള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോട്ടെ, നീ കോളേജ് തന്നെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഓ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. ഓ, ഹോസ്റ്റൽ റൂമും ക്ലാസ് റൂമും. നിനക്ക് ഊട്ടി എവിടെയാണെന്ന് അറിയാൻ പൊടി പെണ്ണേ? കോളേജിനകത്തെ കാട്. കാടോ? കോളേജിനകത്തെ ഏതേം തോട്ടം. കമിതാക്കൾക്കും കലാകാരന്മാർക്കും കവികൾക്കും വിഹരിക്കാനുള്ള ഇടം. തണലേകുന്ന മരങ്ങളും ചിത്രശലഭങ്ങളും പുഴകളും, പുഴയില്ല, കുളങ്ങളും നിറഞ്ഞ പൂങ്കാവനം. നീ എവിടെ പോയിട്ടുണ്ടോ? ഒറ്റയ്ക്കോ? പോണം. കൂടെ പോകാൻ പറ്റിയൊരാളെ കിട്ടട്ടെ, എന്നിട്ട് വേണം. അതുപോട്ടെ, എന്താ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? ഇന്നാണ് സെപ്റ്റംബർ 29, ഗസ്റ്റപ്പോസിന്റെ സസ്പെൻഷൻ കഴിയുന്ന ദിവസം.